ഓം ശാന്തി. സെക്കൻഡിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കി ഞാൻ ദേഹത്തിൻ്റെ സ്മൃതിയിൽ നിന്നും ദൂരെയാകുന്നു. സ്വയം തന്നെ ആത്മാവാണെന്ന് നിശ്ചയം ചെയ്യുന്നു. ഞാനൊരു അതിസൂക്ഷ്മ ബിന്ദു ആത്മാവാണ്. സ്വയം തന്നെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ഞാൻ ഏകാന്തതയിലേക്ക് പോകുന്നു. ബുദ്ധിയുടെ കണക്ഷൻ സുപ്രീം ലൈറ്റ് ശിവബാബയോട് യോജിപ്പിക്കുന്നു. എൻ്റെ ദിവ്യ ബുദ്ധിയാകുന്ന നേത്രത്തിലൂടെ ശിവബാബയെ ഒരു അതിതേജസ്വി ലൈറ്റ് രൂപത്തിൽ കാണുന്നു. ഞാൻ ആത്മാ ഇവിടെ സാകാരവദനത്തിലിരിക്കുന്നു. മനസ്സിൽ ശിവബാബയുടെ ഓർമ്മയാണ്. ഓർമ്മയിലൂടെ ഓർമ്മ ലഭിക്കുന്നു. സുപ്രീം ലൈറ്റ് ശിവബാബ മുകളിൽ പരമധാമത്തിൽ നിന്നും എനിക്ക് സെർച്ച് ലൈറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നു. ദൂരദേശത്തിലിരുന്ന് സുപ്രീം ലൈറ്റ് ബാബയിൽ നിന്നും പുറപ്പെടുന്ന ഡിവൈൻ ലൈറ്റിൻ്റെ ഫോക്കസ് ഞാൻ ആത്മാവിലെത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാ സുപ്രീം ലൈറ്റ് ഓൾമൈറ്റി ശിവബാബയിൽ നിന്നും കറന്റ് പ്രാപ്തി ചെയ്യുന്നു. ശിവബാബ ഞാൻ ആത്മാവിന് സകാശം നൽകുന്നു, സെർച്ച് ലൈറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബ സെർച്ച് ലൈറ്റിലൂടെ എന്നിൽ ശക്തി നിറക്കുന്നു. ഞാൻ പരമാത്മ ശക്തികളാൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആത്മാവിന് ഈ പരമാത്മ ശക്തികൾ അന്യാത്മാക്കൾക്ക് നൽകണം. അന്യ ആത്മാക്കളെ എൻ്റെ ദിവ്യ നേത്രത്തിനു മുന്നിൽ കൊണ്ടുവരുന്നു. വിഷമത്തിലുള്ള ആത്മാക്കൾക്ക് സെർച്ച് ലൈറ്റ് കൊടുക്കുന്നു, ശക്തി കൊടുക്കുന്നു, കറന്റ് നൽകുന്നു. ഞാൻ വിഷ്വലൈസ് ചെയ്യുകയാണ് ആത്മാവിൽ നിന്നും പുറപ്പെടുന്ന പവർഫുൾ കറന്റ് ആത്മാക്കളിലെത്തി അതിൽ ശക്തി നിറക്കുന്നു. പവർഫുൾ കറന്റിലൂടെ ആത്മാവ് ശക്തിശാലിയായി അനുഭവം ചെയ്യുന്നു, ധൈര്യശാലിയാകുന്നു,
സെർച്ച് ലൈറ്റിലൂടെ ആത്മാവ് ബാബയുടെ സമീപത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. പരമാത്മശക്തിയുടെ അധികാരിയാകുന്നു. ഞാൻ സേവനത്തിൽ മുഴുകിയിരുന്ന് ബാബയിൽ നിന്നും കറന്റ് നേടുന്നു, ശക്തി നേടുന്നു. സർവ്വതും ത്യാഗം ചെയ്ത് ബാബയുടെ സേവനത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് ബാബയുടെ ഹൃദയത്തിൽ സ്ഥാനം ലഭിക്കുന്നു. ബാബയെ ഓർമ്മിക്കുന്ന സമയത്ത് ബുദ്ധി അലയുന്നത് കാരണം സന്തോഷമുണ്ടാകുന്നില്ല. കർമ്മം അകർമ്മമാക്കുമ്പോൾ സ്ഥിരമായ സന്തോഷമുണ്ടാകുന്നു. ഞാൻ ഈ പരിശ്രമം ചെയ്യുകയാണ്. ഞാൻ ഭൃഗുടി മധ്യത്തിൽ തിളങ്ങുന്ന അത്ഭുതകരമായ നക്ഷത്രമാണ്. ആർക്കും അറിയാത്ത ചെറിയ പ്രകാശബിന്ദു. ഞാൻ ഈ ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കുന്ന ആത്മാവാണ്. ഏത് നക്ഷത്രമാണോ വളരെ നല്ല രീതിയിൽ തിളങ്ങുന്നത് അവരെ ബാബ ഓർമ്മിക്കുന്നു. ആരാണോ നന്നായി സേവനം ചെയ്യുന്നത് അവർക്ക് കറന്റ് ലഭിക്കുന്നു. എൻ്റെ ബാറ്ററി ചാർജായിക്കൊണ്ടിരിക്കുന്നു. തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകാനുള്ള സെർച്ച് ലൈറ്റ് ലഭിക്കുന്നു. ബാബയുടെ സേവാർത്ഥം സർവ്വതും ത്യാഗം ചെയ്ത് സേവനത്തിൽ മുഴുകുന്നവർ ബാബയുടെ പ്രിയപ്പെട്ട കുട്ടികളാകുന്നു. ബാബയുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാകുന്നു. എനിക്കിപ്പോൾ ജ്ഞാനത്തിൻ്റെ 3-ാം നേത്രം ലഭിച്ചു. ഇപ്പോൾ സത്യമായ ബാബ സത്യം കേൾപ്പിക്കുന്നു. മുഴുവൻ സൃഷ്ടിരൂപി വൃക്ഷത്തിൻ്റെ രഹസ്യം ബാബ വളരെ സഹജമായി മനസ്സിലാക്കി തരുന്നു. ഓർമ്മയുടെ യാത്രയാണ് മുഖ്യം. സേവാധാരികളായ നക്ഷത്രങ്ങളെ ബാബ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഡ്രാമയുടെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ പ്രഭാവമുണ്ടാകുന്നു. ഞാൻ പതിതത്തിൽ നിന്നും പാവനമാകുന്നതിന് ബാബയെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് തിരികെ പോകണം. ബാബ കുട്ടികൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ രാജധാനി കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. സ്വദർശന ചക്രം കറക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ 84 ജന്മങ്ങൾ പൂർത്തിയാക്കി. ഇനി തിരികെ പോകണം.
മായ ബാബയുടെ ഓർമ്മ മറപ്പിക്കുന്നു. ഇപ്പോൾ യോഗബലത്തിലൂടെ ശാന്തി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. പഠിപ്പിലൂടെ രാജ്യപദവി ലഭിക്കുന്നു. ശിവബാബ പരിധിയില്ലാത്ത അച്ഛനാണ്. ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ഞാൻ ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് മാലയിലെ മുത്തായിത്തീരുന്നു. ഞാൻ ഒരു പ്രകാരത്തിലുള്ള ആഗ്രഹവും വെക്കുന്നില്ല. ആസക്തി ഇല്ലാതാകുന്നു. യാചനയെക്കാളും മരണമാണ് നല്ലത്. ബാബയുടെ സെർച്ച് ലൈറ്റ് നേടുന്നതിനു വേണ്ടി ഒരേ ഒരു ബാബയോട് സത്യമായ സ്നേഹം വെക്കുന്നു. ഞാൻ ബാബയുടെ കുട്ടിയാണെന്ന ലഹരിയിലിരിക്കുന്നു. ബാബയുടെ സെർച്ച് ലൈറ്റിലൂടെ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ദയാഭാവന മുഖേന നിമിത്ത ഭാവത്തിലൂടെ സേവനം ചെയ്യുന്ന സർവമമത്വങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കൂ. ദയാഭാവന സഹജമായി നിമിത്ത ഭാവത്തെ പുറത്തു കൊണ്ടുവരുന്നു. സത്യമായ ദയ മമത്വമുക്തരാക്കുന്നു. അവരിൽ ദേഹബോധമുണ്ടാകുന്നില്ല. മറ്റുള്ളവർക്ക് സഹയോഗം കൊടുക്കുക തന്നെയാണ് സ്വയത്തിൻ്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നത്.